ആ നടിക്ക് ഒരു ദുരനുഭവം ഉണ്ടായ സംശയമില്ല കാര്യത്തിൽ. അത് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. അത് ദിലീപ് എടുപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ഉപദ്രവിക്കുന്നതിന് കയ്യും കണക്കും വേണ്ടി. അങ്ങേർക്ക് ശത്രുതയുണ്ടായിരുന്നു. ശരി, ശത്രുതയുണ്ടായിരുന്നുകൊണ്ട് ഈ കൊട്ടേഷൻ റേപ്പ് നടത്തുക ആരെങ്കിലും. മാത്രമല്ല അതിന് തെളിവ് വേണ്ടേ. ആബാദ് പ്ലാസയിൽ ദിലീപ് ഉണ്ടായിരുന്നു, പൾസർ സുനി ഉണ്ടായിരുന്നു. ശരി, ഉണ്ടായിരുന്നു. ഗൂഢാലോചന നടത്തി എന്നുള്ളതിന് തെളിവ് എവിടെ? സൗണ്ട് തോമ എന്നുള്ള സിനിമയുടെ സൈറ്റിൽ ദിലീപ് ഉണ്ടായിരുന്നു, പൾസർ സുനി ഉണ്ടായിരുന്നു. ശരി, ഉണ്ടായിരുന്നു. ആലുവ ശിവരാത്രിക്ക് ദിലീപ് ഉണ്ടായിരുന്നു, പൾസർ സുനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗൂഢാലോചന നടത്തിയെന്നാകുന്നില്ലല്ലോ. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ വെറുതെ തല്ലുവാങ്ങി. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോട്ടെ, അല്ലാതെ ഈ ബഹളം വെച്ച് ആൾക്കാരെ തോപ്പിക്കുന്ന ഒരു നല്ല കാര്യമൊന്നുമല്ല. എപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ കൂടുതലും ദിലീപിന് അനുകൂലമായിട്ടായിരിക്കും ജഡ്ജ്മെൻറ്റ് വരിക. അതുകൊണ്ടായിരിക്കും ഇവരാരും ജഡ്ജ്മെൻറ്റ് വായിക്കാത്തത്. അതെ, ജഡ്ജ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ കെട്ടിപ്പോക്കിയതൊക്കെ പൊളിഞ്ഞു പോകും. ഞാൻ പറഞ്ഞില്ലേ, മാർട്ടിൻ്റെ കേസ് എൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്. ആ വീഡിയോയിൽ പറഞ്ഞ ഒരൊറ്റ കാര്യം മാർട്ടിൻ കോടതിയിൽ പറഞ്ഞിട്ടില്ല. അത് പറയണ്ടേ? വാസ്തവത്തിൽ ഇങ്ങനൊരു കേസേ നടന്നിട്ടില്ല. വേറെ ലാലാണ് ഗൂഢാലോചന ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ മാർട്ടിൻ ചെയ്യേണ്ടത് അപ്രൂവറായിട്ട്, മാപ്പസാക്ഷിയായിട്ട് മാറുക. എന്നിട്ട് ഫുൾ നരേറ്റീവ് നടത്തുക. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനും ചില തെളിവുകൾ കൊടുക്കണം കേട്ടോ. പ്രാഥമികമായ ചില തെളിവുകളെങ്കിലും കൊടുക്കണം. ബാക്കി പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതിന് പകരം ചുമ്മാ ലാലിൻ്റെ പേരിൽ അങ്ങേര് കുഴൽപ്പണക്കാരനാണ്, കള്ളക്കടത്തുകാരനാണ്, ഇതുമൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പേരുണ്ടാവും. എന്തും വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ. ലാലിനോട് അന്യഥാ ദേഷ്യമുള്ള ആൾക്കാർ ഇത് കിട്ടിക്കഴിയുമ്പോൾ കണ്ടില്ലേ മാർട്ടിൻ പറഞ്ഞു, അതൊക്കെ നടന്നു തന്നെയാണ്. ഇങ്ങനെ വരെ ആൾക്കാർ പറയുന്നുണ്ട്. ഈ കാറിൽ നിന്ന് കിട്ടി എന്നൊക്കെ പറയുന്ന സ്രവങ്ങൾ വേറെ എവിടെയെങ്കിലും വെച്ചാൽ അത് കൊണ്ടുവന്നിട്ട് ഈ സ്ത്രീയുടെ ശരീരത്തിൽ പുരട്ടിയതായിക്കൂടെ? എന്ത് ചെയ്യും, എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇത് കാറിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ട്, നമ്മളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് സാമ്പിൾ എടുത്തിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ സാമ്പിൾ നമ്പർ ചെയ്ത് FSL അയച്ച് പിന്നെ DNA ടെസ്റ്റ് നടത്തി ഒക്കെ വന്ന സാധനങ്ങളാണ്. അവർ സത്യസന്ധമായിട്ട് 2 സാമ്പിളിൽ അവർ പറഞ്ഞു ഇതൊന്നും DNA ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് മാത്രം ക്വാണ്ടിറ്റി ഇല്ല, അത് കളഞ്ഞു.